മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി മോഹികൾക്ക് മുന്നറിയിപ്പുമായി നേതൃത്വം. ആഭ്യന്തര സർവേയിലൂടെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നറിയിപ്പ്. PMA സലാം മത്സര രംഗത്തുണ്ടാകും. യുവാക്കളായ 3 പുതുമുഖങ്ങൾക്ക് അവസരം നൽകും. MK മുനീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ജയന്തി രാജിന് പുറമെ ഒരു വനിത കൂടി പരിഗണനയിലുണ്ട്. 3 ടേമിൽ ഇളവ് നൽകുന്നതിലും പുനരാലോചന നടക്കുന്നതായാണ് വിവരം. VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, അന്തിമ തീരുമാനത്തോട് അടുക്കുകയാണല്ലേ? പട്ടിക എപ്പോൾ പുറത്തുവരും? MK മുനീറിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എപ്പോഴായിരിക്കും ആവുക? ജയന്തി രാജിന് പുറമെ ഒരു വനിത കൂടി ഉണ്ടാകും. അത് ആരാണെന്നുള്ള കാര്യത്തിൽ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നത് എന്തൊക്കെയാണ്? റോഷ്നി, കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ആ യോഗം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു പട്ടിക പ്രഖ്യാപിക്കാൻ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് മുതിർന്ന നേതാക്കളുമായിട്ടുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നറിയുന്നു. ഉന്നതാധികാര സമിതി ചേർന്നില്ലെങ്കിലും ഉന്നതാധികാര സമിതിയിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂടിക്കാഴ്ച നടത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമായും പരിഗണിക്കുക. അതായത് ഓരോ മണ്ഡലത്തിലും പ്രാദേശികവാദം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ളവർക്കൊക്കെ ഒരു മുന്നറിയിപ്പാണ്. പാർട്ടി ആഭ്യന്തരമായി ഒരു സർവേ നടത്തിയിട്ടുണ്ട്. ആ സർവേ പ്രകാരം വിജയസാധ്യതയുള്ളവർ മാത്രമായിരിക്കും മത്സരരംഗത്തുണ്ടായിരിക്കുക. അതുകൊണ്ട് സ്വയം സ്ഥാനാർത്ഥി കുപ്പായം തുന്നിയവർക്കൊക്കെ ഒരു മുന്നറിയിപ്പ് പാർട്ടി ഇതിനകം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PMA സലാം ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം മത്സര രംഗത്തുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു പുതിയ ജനറൽ സെക്രട്ടറി ഈ പാർട്ടിക്ക് ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ പുതിയ യുവാക്കളിൽ നിന്ന്, അതായത് നിലവിലുള്ള നജീബ് കാന്തപുരം, PK ഫിറോസും ഒക്കെ മത്സരിച്ചവരാണ്. അതല്ലാത്ത പുതുമുഖങ്ങളായ 3 പേർ, അതിൽ PK നവാസ് ഉൾപ്പെടെ ഫൈസൽ ബാബു ഉൾപ്പെടെയുള്ള 3 പുതുമുഖങ്ങൾക്ക് അവസരമുണ്ടാകും. 2 വനിതകൾ, ഇപ്പോൾ ജയന്തി രാജന്റെ പേര് കുത്തുപറമ്പിൽ കേൾക്കുന്നു. അതുകൂടാതെ ഒരു വനിത കൂടി, സുഹറ മമ്പാടോ, ഫാത്തിമ തഹലി ഉൾപ്പെടെയുള്ള പേരുകൾ കേൾക്കുന്നു. മറ്റൊരു വനിത കൂടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ചില MLA മാർക്ക് ഇളവ് കൊടുക്കുന്നത്, അത് 3 ടേം വ്യവസ്ഥയിൽ ഇളവ് കൊടുക്കേണ്ടതുണ്ട്. അതിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമായിരിക്കും ഉറപ്പായും ഇളവ് കൊടുക്കുക. PK ബഷീർ, മഞ്ഞളാംകുഴി അലി തുടങ്ങിയവരിൽ ശംസുദ്ദീൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരിൽ ആർക്കൊക്കെ ഇളവ് കൊടുക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു പുനരാലോചന നടക്കുന്നു പാർട്ടിയിൽ എന്നാണ്. അതിൽ MK മുനീർ കോഴിക്കോട് കൊടുവള്ളിയിലെ MLA ആണ്. അദ്ദേഹം സൗത്തിലേക്ക് മാറുന്നു. അദ്ദേഹം സൗത്തിൽ മത്സരിക്കുമെന്ന വാർത്തകളുണ്ട്. പക്ഷേ പാർട്ടിയിൽ അദ്ദേഹം മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ അല്ലെങ്കിൽ ചില അനിശ്ചിതത്വം നിലനിൽക്കുന്നു.